ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോസസ്സിങ് ടൈമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് പ്രോസസ്സിങ് ടൈം? നമ്മൾ മീറ്റ് ടൈം എന്നൊക്കെ പറയുന്ന സാധനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ഒരു മീൻ ടൈമിന് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മീൻ ടൈം എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു സാധനം. നമുക്ക് നമ്മളുടെ ആയിട്ടുള്ളൊരു ഇതിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് മീൻ ടൈം എന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് നേരം ഒരു കോഫി അടിച്ചിട്ട് വെറുതെ ഒരു തോട്ട്സും ഇല്ലാതെ ജസ്റ്റ് വെറുതെ ഇരിക്കുക. വെറുതെ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് മീൻ ടൈം ഫോർ മീ. എന്തുകൊണ്ട് മീൻ ടൈം എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ ആളുകളായിട്ട് സംസാരിക്കുന്നത്, കുറേ ഐഡിയകൾ റിസീവ് ചെയ്യുന്നത്, കുറേ കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നത്. ഈ കോണ്ടൻറ്റ് കൺസംഷൻ എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീഡിയോ മാത്രം വാച്ച് ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ നമ്മളെ മെൻറ്റേഴ്സിനോട് സംസാരിക്കുന്നത്, നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്, ഓലത്തുനിന്ന് ഐഡിയ എടുക്കുന്നത്, നമ്മളുടെ ബിസിനസ് നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് ബെസ്റ്റ് സാധനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ സാധനം ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഈ ഡാറ്റ ഒക്കെ ഒരു പ്രോസസ്സിലൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ കിട്ടണം. ഈ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൈമാണ് ഈ മീ ടൈം അല്ലെങ്കിൽ ഈ പ്രോസസ്സിങ് ടൈം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അഗെയിൻ ദെൻ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഫോളോ ചെയ്യുന്നത് ഒന്നെങ്കിലും ഒരു കോഫി ഷോപ്പിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ല മോർണിംഗ് ടൈം നമുക്ക് വേറൊന്നും ഇപ്പോൾ ഫോണും കാര്യങ്ങളൊന്നും എടുക്കാതെ ഒരു സ്ലോ മോർണിംഗ്. ഇപ്പോൾ പലരും സ്ലോ മോർണിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ രസം തന്നെയാണ്. നമ്മൾ ഭയങ്കര സ്ലോ ആക്കിയിട്ട് നമ്മളെ ബ്രെയിനെ സ്ലോ ആക്കിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും എന്താ നമുക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കും. ചിലപ്പോൾ എനിക്ക് കോഫി ഉണ്ടാവും. സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് ഡെയിലി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര അടിപൊളി. ചിലർ ഈ സ്ലോ മോർണിംഗ് എന്നൊക്കെ ഉള്ള കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആക്ച്വലി അവിടെ നടക്കുന്നതാണ്, നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിലെത്തിയിട്ട് ആ ക്ലാരിറ്റി കാരണം നമുക്ക് സ്പീഡായി പോകാൻ പറ്റുന്നതെന്നുള്ളത്. അതായത് സ്മൂത്ത് ഈസ് ഫാസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് പലരും പറയുന്നത്, പല പോഡ്കാസ്റ്റിലും പലരും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. അതായത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളുടെ തോട്ട്സൊക്കെ ഇങ്ങനെ വൈൻഡ് ഡൗൺ ചെയ്തിട്ട് കറക്റ്റ് എന്താണ് നമുക്ക് വേണ്ട ഇൻഫർമേഷനിലേക്ക് നമ്മൾ എത്തുകയും നമ്മളത് ചൂസ് ചെയ്യുകയും റൈറ്റ് പാത്ത് ചൂസ് ചെയ്യുകയും ദെൻ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുകയും ചെയ്യുന്നൊരു സംഗതിയാണത്. എഗെയിൻ ഞാനിതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം 2 കാര്യങ്ങളായിരുന്നു. എന്തുകൊണ്ട് മീ ടൈം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഞാനതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഏർലി മോർണിംഗ് ആണ് എൻ്റെ പ്രൊഡക്റ്റീവ് ടൈം. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ചൊരു 10 മിനിറ്റ് 10 to ഒരു 30 മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കാൻ ശ്രമിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പല തോട്ട്സും മൈൻഡിൽ വരും. അപ്പോൾ ഈ തോട്ട്സിനെ എന്താ പറയുക, ഒന്ന് സ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു നോട്ട് പാഡ് എടുത്തിട്ട് ആ നോട്ട് പാഡിൽ റൈറ്റ് ഡൗൺ ചെയ്യും എന്തൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് കീവേഡ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പം ബസ്സിലൊക്കെ ആണെങ്കിൽ നോട്ട് പാഡ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ ആപ്പിൾ നോട്ട്സാണ് യൂസ് ചെയ്യുക. ദെൻ നമ്മളുടെ കീവേഡ്സ്, നമ്മളുടെ തോട്ട്സ് ആ നോട്ടിലേക്ക് ഡംപ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ആ തോട്ട്സിനൊന്ന് സ്ട്രക്ചർ ചെയ്യാനും നമുക്ക് പറ്റും. മേ ബി അതൊരു കോണ്ടൻറ്റിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും. ഐ മീൻ ഒരു കോണ്ടൻറ്റ് എഴുതുന്നതിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും. നല്ല കോണ്ടൻറ്റ്സ് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇതാണ് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മീ ടൈം എന്തുകൊണ്ട്, മീ ടൈം ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ.
നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.